നമസ്കാരം. വെൽക്കം ടു ഡയമണ്ട് സ്പോർട്സ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മാച്ച് ഹോം മാച്ചാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ ഗോവയാണ്. അവസാന 3 മാച്ചും പരാജയങ്ങൾക്ക് ശേഷം ചെന്നൈയെ 3-0 പരാജയപ്പെടുത്തി കേരള ബ്ലാസ്റ്റേഴ്സ് ഗംഭീരമായി തിരിച്ചു വന്നിരിക്കുകയാണ്. ഗോവയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ആദ്യ 6 മത്സരത്തിൽ നിന്നും അവർക്ക് ആകെ നേടാൻ കഴിഞ്ഞത് 6 പോയിൻ്റ് മാത്രമാണ്. KBFCക്ക് 5 മത്സരത്തിൽ നിന്നും 8 പോയിൻറ്റും തുടക്കത്തിൽ നേടാൻ കഴിഞ്ഞു. KBFC അതിനുശേഷം 5 മത്സരങ്ങൾ തോൽവിയായിരുന്നെങ്കിൽ അവർ അവസാനം 2 മത്സരവും വിജയിച്ച് 12 പോയിൻ്റ് കൂടി 5-ാം സ്ഥാനത്തുണ്ട്. അവരുടെ തുടക്കം ചെറിയ മോശമാവാൻ കാരണം അവരുടെ മിഡും അറ്റാക്കും ഒക്കെ ആയിരുന്നെങ്കിൽ ഡിഫൻസിൽ ചെറിയൊരു ലാഗ് ഉണ്ടായതുകൊണ്ട് വിജയിക്കേണ്ട മത്സരം തോൽവിയോ സമനിലയോ ആയി തുടക്കത്തിൽ പോയിൻ്റ് ടേബിളിൽ താഴെത്തട്ടിലായിരുന്നു. ഇപ്പോഴവർ 5-ാം സ്ഥാനത്തുണ്ട്. ഈ അവസാന 2 മത്സരത്തിലും ജിങ്കൻ കൂടി വന്നതോടുകൂടി അവർ അവരുടെ ഡിഫൻസിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു. അവസാന 2 മത്സരവും അവർ ശക്തരായ BFCയെയും പഞ്ചാബിനെയും തോൽപ്പിച്ചാണ് 12 പോയിൻ്റ് നേടി 5-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഗോവ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിന് ശക്തമായ എതിരാളികളാണ്. കേരള ബ്ലാസ്റ്റേഴ്സും ചെന്നൈയെ നല്ല രീതിയിൽ കളിച്ച് തോൽപ്പിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സും ഇപ്പോൾ ശക്തമായ ടീം തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഫോർവേഡായ സാദിഖുമാണ്. ഇതുവരെ അദ്ദേഹം 8 ഗോളുകൾ നേടി ലീഗിൽ 2-ാം സ്ഥാനത്തുണ്ട്. അതിൽ തന്നെ 4 ഗോളും പെനാൽറ്റി ആണെങ്കിൽ കൂടി അദ്ദേഹത്തിന് ഫൈനൽ തേർഡിൽ വരുന്ന പാസുകൾ ഗോളാക്കി മാറ്റുന്നതിൽ അദ്ദേഹത്തിന് മികച്ച ഫിനിഷിംഗ് അക്യുറസി ഉണ്ട്. അതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇദ്ദേഹത്തിലേക്ക് വരുന്ന പാസുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് മാക്സിമം ഇല്ലാതാക്കിയാൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയ സാധ്യതയുണ്ട്. അതുതന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യം. അവരുടെ ഫോറിൻ മിഡ്ഫീൽഡറിൽ അപകടകാരി ഡ്രാസിക്കാണ്. അദ്ദേഹം ലെഫ്റ്റ് വിങ്ങും നന്നായി തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അറ്റാക്ക് സെൻട്രൽ മിഡാണെങ്കിലും അദ്ദേഹം നല്ല രീതിയിൽ തന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. കൂടാതെ 8 മത്സരവും അദ്ദേഹം കളിച്ചിട്ടുമുണ്ട്. 8 മത്സരത്തിൽ നിന്നും അദ്ദേഹം മികച്ച നിലവാരം ഈ 8 മത്സരത്തിൽ നിന്നും കാത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അസിസ്റ്റുമുണ്ട്, ഒരു ഗോളും നേടിയിട്ടുണ്ട്. എല്ലാ അറ്റാക്കിനും അദ്ദേഹത്തിൽ നിന്ന് തന്നെയാണ് തുടക്കം കുറിക്കുന്നത്. അടുത്ത അവരുടെ ഫോറിൻ മിഡ്ഫീൽഡർ ബോർജ ഹെറേറയാണ്. ഇതുവരെ അദ്ദേഹം ഒരു ഹാട്രിക്കോടുകൂടി 4 ഗോൾ ഇതുവരെ നേടിയിട്ടുണ്ട്. കൂടാതെ ഗൊറോജന അവസാന 2 മത്സരത്തിൽ നിന്നും ഫോം വീണ്ടെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ ഫോറിൻ മിഡ്ഫീൽഡേഴ്സ് നല്ല ശക്തരാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇവരെ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരുടെ 2 വിങ്ങേഴ്സും വിങ് ബാക്കേഴ്സും ഇന്ത്യൻ പ്ലേയേഴ്സാണ്. അവർ കേരള ബ്ലാസ്റ്റേഴ്സിനെക്കാട്ടിലും കുറച്ചുകൂടി ശക്തരാണ്. KBFC ലാസ്റ്റ് കളിച്ച ഫോർമേഷനായ 4-2-3-1 തന്നെയാണ് ഇതുവരെ അവരും ഈ 8 മാച്ചും കളിച്ചിരുന്നത്. എന്തായാലും KBFCയുടെ ലൂണ കൂടി ഫോമിലായതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് ആശ്വസിക്കാം. മുന്നേറ്റ നിര കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ശക്തമായി ലൂണയുടെ ഫോം കൂടി ആയതുകൂടി ശക്തമായി തീർന്നിരിക്കുകയാണ്. അവരുടെ മുന്നേറ്റവും ശക്തമാണ്. പക്ഷേ ഡിഫൻസീവ് നോക്കുമ്പോൾ അവർ കുറച്ചുകൂടി ശക്തരാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിൽ കഴിഞ്ഞ മാച്ച് നന്നായി തന്നെയാണ് കളിച്ചത്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഫോം ഡിഫൻസിലും കാത്തു സൂക്ഷിച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് എന്തായാലും വിജയിക്കാൻ സാധിക്കും. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മാച്ചാണ്. അത് കേരള ബ്ലാസ്റ്റേഴ്സ് മുതലെടുത്ത് ഗംഭീര വിജയത്തോടു കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് പോയിൻ്റ് ടേബിളിൽ 4-ാം സ്ഥാനത്ത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ചാനലും വീഡിയോയും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. വൺസ് അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ്.